ഡിജിറ്റൽ സർവീസുകളുടെ അത്യാവശ്യം മുന്നിൽ നിൽക്കുന്ന ഒരു ബാങ്കാണ് ഫെഡറൽ ബാങ്ക്. ഫെഡറൽ ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിങ് ആപ്പായ ഫെഡ് മൊബൈൽ ആണെങ്കിലും ഇനിയിപ്പോൾ നമുക്ക് ഫെഡറൽ ബാങ്കിൽ തന്നെ ഇൻ്റർനെറ്റ് ബാങ്കിങ് പോർട്ടലാണെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ല ക്ലിയർ UIയും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ഒക്കെയാണ്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ബാങ്കിന് ഫെഡ് കോർപ്പ് എന്ന് പറഞ്ഞൊരു മൊബൈൽ ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അത്യാവശ്യം ശോകമായിരുന്നു. ഇപ്പോൾ നിലവിൽ അപ്ഡേറ്റൊക്കെ കൊണ്ടുവന്ന് അത്യാവശ്യം ഒരു നല്ലൊരു ആപ്പാക്കി അതിനെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അവർക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കസ്റ്റമർ സപ്പോർട്ട് അത്യാവശ്യം നല്ലതാണ്. അതേപോലെ തന്നെ ഫെഡറൽ ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാനാണെങ്കിലും ഫെഡറൽ ബാങ്കിൻ്റെ ചെക്ക് ബുക്കിന് അപ്ലൈ ചെയ്യാനാണെങ്കിലും എല്ലാം നമുക്ക് അവരുടെ മൊബൈൽ ആപ്പ് വഴി ചെയ്യാനായിട്ട് സാധിക്കും. യൂസർ ഫ്രണ്ട്ലി ആണ്. സാധാരണ ഒരു വ്യക്തിക്കും ഇതൊക്കെ തനിയെ മൊബൈൽ ആപ്പ് വഴി ചെയ്യാനായിട്ട് കഴിയും. ഫെഡറൽ ബാങ്കിൻ്റെ മറ്റൊരു സർവീസ് സെക്ഷനാണ് ഫെഡ് ഇ പോയിൻ്റ് എന്ന് പറയുന്നത്. ഫെഡ് ഇ പോയിൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് ബ്രാഞ്ചിൽ പോയിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഫെഡ് ഇ പോയിൻ്റ് വഴി നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ലൈക്ക് ഇപ്പോൾ നമ്മുടെ ഇമെയിൽ ID നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ KYC അപ്ഡേറ്റ് ചെയ്യണം, അങ്ങനെയുള്ള ഇൻക്ലൂഡിങ് നമുക്ക് ബ്രാഞ്ച് ട്രാൻസ്ഫർ ഓപ്ഷൻ വരെ നമുക്ക് ബ്രാഞ്ചിൽ പോയി റിക്വസ്റ്റ് കൊടുക്കാതെ ഇവരുടെ വെബ്സൈറ്റ് വഴി തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഫെഡ് ഇ പോയിൻറ്റിനെ പറ്റി നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ ഒരു ഫെഡ് ഇ പോയിൻറ്റിൻ്റെ യൂസർ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അത് ഉപയോഗിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. സോ ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ് ഇ പോയിന്റ് എന്ന് പറഞ്ഞ പോർട്ടലിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ഇതാണ് ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ് ഇ പോയിന്റിൻ്റെ പുതിയ പോർട്ടൽ എന്ന് പറയുന്നത്. മുൻപെന്ന് വെച്ചാൽ നമ്മൾ പോർട്ടലിൽ ഡയറക്റ്റ് വന്നിട്ട് ഒരു തവണ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ലഭ്യമായിട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആ രീതിയിൽ ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ അങ്ങനെയല്ല. ഇപ്പോൾ നിലവിൽ നമ്മൾ പോർട്ടലിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് കാണും. അതിൽ നമുക്ക് വേണ്ട ഓപ്ഷൻ ചൂസ് ചെയ്ത് നമ്മൾ ഒതൻറ്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു പർട്ടിക്കുലർ ആ ഒരു സർവീസിന് മാത്രമേ നമുക്ക് ആക്സസ് കിട്ടുകയുള്ളൂ. ആ രീതിയിലാണ് വരുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ KYC അപ്ലോഡ് ചെയ്യാം, ഡെബിറ്റ് കാർഡിൻ്റെ പിന്ന് സെറ്റ്, ഇമെയിൽ ID അപ്ഡേറ്റ്, പിന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം, ഡീആക്ടിവേറ്റ് ചെയ്യാം, നോമിനി ആഡ് ചെയ്യാം, ഒരു ഡിസ്പ്യൂട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഫയൽ ചെയ്യാം. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതിനകത്ത് വരുന്നത് നമുക്കൊരു സർട്ടിഫിക്കറ്റ് പോർട്ടലാണ്. നമുക്ക് ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ബാലൻസ് കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ്, TDS സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ അക്കൗണ്ട് സർവീസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ആക്ടിവേറ്റ് ചെയ്യാം, ഡീആക്ടിവേറ്റ് ചെയ്യാം, ഒരു നോമിനി ആഡ് ചെയ്യാം, ഫോം 15G അതുപോലെ 15H അപ്ഡേറ്റ് ചെയ്യാം, പോസിറ്റീവ് പേ സിസ്റ്റം നമുക്ക് ഉപയോഗിക്കാം. ചെക്കൊക്കെ കൈമാറുന്ന സമയത്ത് വലിയ എമൗണ്ടിൻ്റെ ചെക്ക് ആണെങ്കിൽ നമുക്ക് ചെക്ക് ഇൻഫർമേഷൻ ആദ്യം കൊടുക്കാം. അതിനുശേഷം അവരെ ചെക്ക് ക്ലിയർ ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ നമ്മൾ കൊടുത്ത ഇൻഫർമേഷനുമായിട്ട് മാച്ചാൽ മാത്രമേ ചെക്ക് ക്ലിയർ ആവുകയുള്ളൂ. പിന്നെ ബ്രാഞ്ച് ചേഞ്ച് ചെയ്യാം. പിന്നെ KYC പ്രൊഫൈൽ അപ്ഡേറ്റ് അണ്ടറിൽ വരുന്നത് KYC അപ്ലോഡ് ചെയ്യാം, ഇമെയിൽ ID അപ്ഡേറ്റ് ചെയ്യാം, പ്രൊഫൈൽ മോഡിഫിക്കേഷൻ, പാൻ ആൻഡ് ആധാർ അപ്ഡേറ്റ്, KYC സ്റ്റാറ്റസ് എൻക്വയറി, നമ്മുടെ KYC അപ്ഡേറ്റഡ് ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ ചെക്ക് ആൻഡ് ഡെബിറ്റ് കാർഡ് സെക്ഷനിൽ വരുന്നത് ഡെബിറ്റ് കാർഡിൻ്റെ പിന്ന് നമുക്ക് സെറ്റ് ചെയ്യാം, ഡെബിറ്റ് കാർഡ് പുതിയൊരു ഡെബിറ്റ് കാർഡിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യാം, ചെക്ക് ബുക്ക് റിക്വസ്റ്റ് ചെയ്യാം. പിന്നെ ഡിജിറ്റൽ ഡിസ്പ്യൂട്ട് മാനേജ്മെൻറ്റ് സെക്ഷനിൽ നമ്മുടെ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് നമുക്ക് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഫയൽ ചെയ്യാം. ലോൺ സെക്ഷനിൽ വരുമ്പോൾ നമുക്ക് BYOM ലോൺസ്, അതായത് ഇവരുടെ പേഴ്സണൽ ലോണിന് നമുക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ EMI നമുക്ക് പേ ചെയ്യാനുള്ള ക്വിക്ക് EMI പേ എന്ന് പറയുന്ന സെക്ഷൻ വരുന്നുണ്ട്. പിന്നെ ക്രെഡിറ്റ് കാർഡ് സെക്ഷനിൽ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അതേഴ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ ഫാസ്ടാഗ് സർവീസ്, ഫെഡറൽ ബാങ്കിൻ്റെ റിവാർഡ് പോയിന്റ് മാനേജ്മെൻറ്റ്, ഫൈനാൻഷ്യൽ അഡ്വൈസറി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് KYC ആൻഡ് പ്രൊഫൈൽ അപ്ഡേറ്റ്. നമ്മുടെ KYC നമ്മുടെ അപ്ഡേറ്റഡ് ആണോ അല്ലയോ എന്ന് പലർക്കും ഡൗട്ടായിരിക്കും. ഇപ്പോൾ പലപ്പോഴും ഫേക്ക് ആയിട്ടുള്ള കോളും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. നിങ്ങളുടെ KYC അപ്ഡേറ്റഡ് അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ലിങ്കൊക്കെ അയച്ചു തന്നു. പലപ്പോഴും അതിലൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മുടെ അക്കൗണ്ടിൽ ഫണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൻ്റെ KYC അപ്ഡേറ്റഡ് ആണോ അല്ലയോ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ഈസി അല്ലേ. അപ്പോൾ ജസ്റ്റ് ഈ പോർട്ടലിൽ വരിക, KYC സ്റ്റാറ്റസ് എൻക്വയറി ക്ലിക്ക് ചെയ്യുക. 3 ഓപ്ഷൻസ് വരുന്നത്. ഇപ്പോൾ ഞാൻ കാണിച്ചതിൽ ഏത് ഓപ്ഷൻ എടുത്താലും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പേജിലേക്കായിരിക്കും. അതായത് ഒരു ഒതൻറ്റിക്കേഷൻ പേജാണ്. അതിൽ നമുക്ക് 3 ഓപ്ഷൻ വഴി നമുക്ക് ഒതൻറ്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ 14 ഡിജിറ്റ് അക്കൗണ്ട് നമ്പർ, ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യുക, ഈ ഒരു എഗ്രി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇമെയിൽ IDയിലേക്കും വരും. രണ്ടാമത്തെ ഓപ്ഷൻ മൊബൈൽ നമ്പറാണ്. നമ്മളുടെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക, OTP എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മൾ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ IDയിലേക്കും OTP വരും. OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. മൂന്നാമത്തെ ഓപ്ഷൻ നമ്മുടെ കസ്റ്റമർ ID ആണ്. നമ്മുടെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിൻ്റെ കസ്റ്റമർ ID അറിയാമെങ്കിൽ കസ്റ്റമർ ID എൻ്റർ ചെയ്യുക, ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യുക, TNC ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്കും അതുപോലെ തന്നെ ഇമെയിൽ IDയിലേക്കും OTP വരും. OTP എൻ്റർ ചെയ്ത് നമുക്ക് ഒതൻറ്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് ഒതൻറ്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇവിടെ ഒരു ക്യാപ്ച വരും. ഒരു കാൽക്കുലേഷനൊക്കെ ആയിരിക്കും. അതിൻ്റെ ഉത്തരം നമ്മൾ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ OTP എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒരു അക്കൗണ്ട് നമ്പർ ഫെച്ച് ആയിട്ട് വരും. ആ സെയിം അക്കൗണ്ട് തന്നെയാണ്
തന്നെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് കൺഫേം ചെയ്യണം. ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ KYCയുടെ ഒരു ഓപ്ഷൻ മാത്രമാണ്. അപ്പം നമ്മൾ KYC സ്റ്റാറ്റസ് ചെക്ക് ചെയ്താണ്. അപ്പോൾ വന്നു യുവർ അക്കൗണ്ട് ഈസ് KYC കംപ്ലീറ്റ്. അപ്പോൾ KYC അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ അക്കൗണ്ട് KYC അപ്ഡേറ്റഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്തു, അപ്പോൾ തന്നെ അത് ലോഗൗട്ട് ആയിട്ട് പോയി. അപ്പോൾ ഈ രീതിയിലാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു ഫെഡ് പോയിന്റ് വർക്ക് ചെയ്യുന്നത്. ഓരോ കാര്യം നമുക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ തവണ അക്കൗണ്ടിലേക്ക് ഈ പറഞ്ഞ രീതിയിൽ ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി മറ്റൊരു ഓപ്ഷൻ അക്കൗണ്ട് സർവീസ്. അതിൻ്റെ അകത്ത് നമുക്ക് ചേഞ്ച് യുവർ ബ്രാഞ്ച്. സെയിം രീതിയിൽ തന്നെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കറണ്ട് ബ്രാഞ്ച് വരും, അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പർ വരും, റീസൺ ചോദിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ബ്രാഞ്ച് ചേഞ്ച് ചെയ്യുന്നതെന്ന്. അപ്പോൾ റീസൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റീസൺ എൻ്റർ ചെയ്ത് കൊടുക്കുക. ന്യൂ ബ്രാഞ്ച് സെലക്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് കൊച്ചിയാണെന്നുണ്ടെങ്കിൽ കൊച്ചി, ലുലു മാൾ കൊച്ചി, ഈ രീതിയിൽ നമുക്ക് ബ്രാഞ്ച് ചേഞ്ച് റിക്വസ്റ്റ് കൊടുക്കാം. ഇനി ഒരെണ്ണം കൂടെ നോക്കാം. കോമൺ ആയിട്ട് ഇപ്പോൾ വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഡെബിറ്റ് കാർഡ് റിക്വസ്റ്റ് നോക്കാം. ഡെബിറ്റ് കാർഡ് റിക്വസ്റ്റ് സെയിം രീതിയിൽ തന്നെ ലോഗിൻ ചെയ്യുക. അപ്പോൾ അക്കൗണ്ട് നമ്പർ കാണിക്കും. ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ഡെബിറ്റ് കാർഡിൻ്റെ നമ്പർ കാണിക്കും. ഇപ്പോൾ എനിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന കാർഡ് ഏതാണെന്ന് കാണിക്കും. വിസ കാർഡ് ക്ലാസിക് ക്രൗൺ വേരിയൻ്റ് ആയിരിക്കും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഡെബിറ്റ് കാർഡിന് പുതുതായിട്ട് റിക്വസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഫെഡ് പോയിന്റ് പല രീതിയിൽ ഉപയോഗിക്കാം. പക്ഷേ ഓരോ കാര്യത്തിനും ഓരോ തവണ ലോഗിൻ ചെയ്യേണ്ടി വരുന്നത് നല്ല ബുദ്ധിമുട്ടാണ്. നേരത്തെ ഉണ്ടായിരുന്ന രീതിയിൽ ജസ്റ്റ് ഒരു തവണ ലോഗിൻ ചെയ്തിട്ട് ഇവരുടെ എല്ലാ സർവീസസും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളായാണ്. ഇപ്പോൾ അങ്ങനെ ചേഞ്ച് വരുമോ എന്നറിയില്ല. ഇപ്പോൾ നിലവിൽ എന്തായാലും നല്ല ബുദ്ധിമുട്ടാണ്. ഓരോ തവണ ഇപ്പോൾ എന്തെങ്കിലും സർവീസൊക്കെ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഓരോ തവണ സർവീസ് ചൂസ് ചെയ്ത് ഓരോ തവണ ലോഗിൻ ചെയ്ത് പോകുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ബാർ ഉണ്ട്, അതിലൂടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഇമെയിൽ ID അഡ്രസ് അപ്ഡേറ്റ് ആണെങ്കിൽ ഇമെയിൽ ID സെർച്ച് ചെയ്യുമ്പോൾ തന്നെ വരും. മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആണെങ്കിൽ നമുക്കിപ്പോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫെഡ് പോയിന്റ് വഴി തന്നെ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാം. ഈ ഒരു ഫെഡ് പോയിന്റ് പോർട്ടൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി